ഹായ് എവരി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയൊരു ഫോള്, ക്രൂഡ് ഓയിൽ പ്രൈസ് $90 താഴെ ഒക്കെ വന്നതായിട്ട് കാണാം. അപ്പോൾ ഓവർനൈറ്റിൽ എൻ്റയർ മാർക്കറ്റ് ഔട്ട്ലുക്ക് മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കണ്ടത്. അതിൻ്റെ ഒരു എഫക്റ്റ് മറ്റു പല ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡിക്കേറ്ററുകളിലുമൊക്കെ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കാണെങ്കിൽ US-ൻ്റെ 10 years ബോണ്ട് yield അതും ഏകദേശം 1% ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും FIIsന് ഇക്വിറ്റി മാർക്കറ്റിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു പ്രചോദനം നൽകും. കൂടാതെ ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ കുറച്ച് ശക്തി പ്രാപിച്ചതായിട്ടും കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 96 ലെവലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ റുപ്പി 95 എന്ന റേഞ്ചിലേക്ക് അത് ശക്തി പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഗോൾഡിലും വമ്പിച്ചൊരു മുന്നേറ്റം ഉണ്ടായി. ഏകദേശം 1% റാലി ഗോൾഡിൽ നടന്നു. കൂടാതെ അത് US മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കൈ, ഹാങ്സെങ് തുടങ്ങിയ ഇൻഡെക്സുകളിലൊക്കെ ഒരു ആത്മവിശ്വാസം നൽകുന്ന റെസ്പോൺസാണ് നമുക്ക് മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യ വിക്സ് കുറെ കാലത്തിന് ശേഷം അത് 8% ഇടിഞ്ഞിട്ട് 12 എന്ന ലെവലിലേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വളറ്റിലിറ്റി കുറച്ച് ശാന്തമാകുന്നതിൻ്റെ ഒരു സൂചനയാണത്. ഇത് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കൂടാതെ ഇന്ന് നിഫ്റ്റി 24,000 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് സോണിനടുത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ തുടർച്ചയായ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിലുള്ള ഇടിവിന് ശേഷം ബൈ ഓൺ ഡിപ്പ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ഷോർട്ട് കവറിങ് നടന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ വാങ്ങിക്കൂട്ടാനുള്ള താല്പര്യം കാണിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രോഡ് മാർക്കറ്റിൽ ശക്തമായ ബൈങ് പ്രകടമാണ്. മൊത്തത്തിലുള്ള മാർക്കറ്റ് ബ്രെഡ്ത്ത് 60% കൂടുതൽ സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ IT, ഓട്ടോ, ഫാർമ, റിയൽറ്റി പോലെയുള്ള സെക്ടറുകളിൽ ശക്തമായ ഒരു ബൈങ് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. കൂടാതെ ഒരുവിധം എല്ലാ ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടും കാണാം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ശ്രദ്ധ നേടിയ ഒരു സെക്ടർ തീർച്ചയായിട്ടും IT സെക്ടറാണ്. അപ്പോൾ ലീഡിംഗ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ സർവീസസ് സ്ഥാപനമായിട്ടുള്ള ജെഫ്രീസ് ഇന്ത്യൻ IT സെക്ടറിലുള്ള സ്റ്റോക്കുകളെ അണ്ടർ വെയ്റ്റ് എന്ന ലെവലിൽ നിന്നും ന്യൂട്രലിലേക്ക് അത് ഉയർത്തിയത് ശക്തമായ ഇമ്പാക്റ്റാണ് IT സെക്ടർ സ്റ്റോക്കുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് അവർ പോകാൻ കാരണം ഇപ്പോൾ ഗ്ലോബൽ ലെവൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം വലിയ തോതിൽ പണം ഒഴുകിയെത്തിയിരുന്ന ആ ഒരു ട്രെൻഡ് അതിപ്പോൾ ഒരു മന്ദഗതിയിലേക്ക് പോവുകയാണെന്നാണ് ജെഫ്രീസിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ ട്രഡീഷണൽ IT സർവീസസ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ വീണ്ടും തിരിച്ചെത്തുമെന്നും അവർ വിലയിരുത്തുന്നു. കൂടാതെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് IT കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസുകളിൽ വമ്പിച്ച കറക്ഷൻ നടന്നതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ഇപ്പോൾ വളരെ ആകർഷകമായ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് ജെഫ്രീസ് വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ലീഡിംഗ് IT കമ്പനികളായിട്ട് TCS, ഇൻഫോസിസ്, അതുപോലെ HCL ടെക്, വിപ്രോ പോലെയുള്ള പല IT കമ്പനികളും 13 മുതൽ 17 എന്നുള്ള PE റേഷ്യോയുടെ ഇടയിൽ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ മുൻകാലത്തെ മീഡിയൻ PEകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ടഡ് വാല്യുവേഷൻ ലഭിക്കുന്നതായിട്ടാണ് ജെഫ്രീസ് വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IT സ്റ്റോക്കുകൾ ഇപ്പോൾ വാങ്ങുന്നത് കൂടുതൽ സുരക്ഷിതവും ആകർഷകവുമാണെന്ന് ജെഫ്രീസ് കരുതുന്നു. എങ്കിൽ പോലും അതിശക്തമായ ഒരു കുതിച്ചുചാട്ടമോ അല്ലെങ്കിൽ ഒരു മൾട്ടി ബാഗർ ഗ്രോത്ത് ഒന്നും നിയർ ടേമിൽ IT സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഗ്ലോബൽ എക്കണോമിക് ചാലഞ്ചുകളും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ ഈ 2026 മുതൽ 28 വരെയുള്ള ഈ ഒരു കാലഘട്ടം IT കമ്പനികളുടെ മൊത്തം വരുമാന വളർച്ച സിംഗിൾ ഡിജിറ്റിൽ തന്നെ ഒതുങ്ങുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു വരുമാനത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം, ഒരു ഹൈ ഗ്രോത്ത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും കുറഞ്ഞ വാല്യുവേഷനും അതുപോലെ സ്ഥിരതയുള്ള വരുമാനവും നൽകാൻ കഴിവുള്ളതിനാൽ IT സെക്ടേഴ്സിനെ തള്ളിപ്പറയാൻ തയ്യാറില്ലെന്നും അതുകൊണ്ട് ഒരു ന്യൂട്രൽ റേറ്റിംഗ് ഇന്ത്യൻ IT കമ്പനികൾക്ക് നൽകുന്നുവെന്നുമാണ് ജെഫ്രീസ് ഒടുവിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഗ്ലോബലായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഇപ്പോൾ US, യൂറോപ്പ് ഇവിടെയൊക്കെ IT സ്പെൻഡിങ്സ് അത് വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതകളും അവർ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജെഫ്രീസിൻ്റെ അപ്ഗ്രേഡിനെ തുടർന്ന് ഇൻഫോസിസ്, TCS തുടങ്ങിയ മുൻനിര IT സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം നടത്തുകയും ചെയ്തതായിട്ട് കാണാം. ഇതുപോലെ ഇന്ന് റിയൽറ്റി സെക്ടറിലെ ഒരു റിക്കവറിക്ക് കാരണമായിട്ട് കാണുന്നത് ലോധ ഡെവലപ്പേഴ്സ് അഥവാ മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്ന സ്റ്റോക്കിൻ്റെ Q1 റിസൾട്ടിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെക്കോർഡ് ലെവൽ പ്രോഫിറ്റ് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ 100% വർദ്ധിച്ചത്. അതുപോലെ മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് മൊത്തം റവന്യൂവിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കമ്പനിക്ക് സാധിച്ചു. ഇപ്പോൾ പ്രീ സെയിൽസ് ബുക്കിംഗ് അത് 4% വർദ്ധിച്ചിട്ട് 4,630 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇവരുടെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുള്ള ഒരു പ്രീ സെയിൽസ് തുടർച്ചയായിട്ട് വരും ക്വാർട്ടറുകളിലും ഒരു വരുമാനം ഉറപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു ബുക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബോംബെ, പൂനെ, ബാംഗ്ലൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ പ്രീമിയം മിഡ് ഇൻകം റെസിഡൻഷ്യൽ പദ്ധതികൾക്ക് ലഭിച്ച ശക്തമായ ഡിമാൻഡാണ് ഈ ഒരു പ്രകടനത്തിന് ഈ മാക്രോടെക് ഡെവലപ്പേഴ്സിനെ പ്രാപ്തരാക്കിയത്. കൂടാതെ നിർമ്മാണം പൂർത്തിയാക്കി സമയബന്ധിതമായിട്ട് പ്രൊജക്റ്റുകൾ കൈമാറിയത് കൊണ്ട് തന്നെ വരുമാനം അക്കൗണ്ടിലേക്ക് എത്താൻ ഇവരെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ ഡെറ്റ് വലിയ തോതിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഗൈഡൻസ് പ്രകാരം ലോങ് ടേമിലേക്ക് കമ്പനിയുടെ ലാഭത്തിൽ 20% ഒരു CAGR ഗ്രോത്താണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏർണിങ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ ലോധ ഡെവലപ്പേഴ്സ് സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ബാങ്കിങ് സെക്ടറിലെ ഒരു സ്റ്റോക്കും ശക്തമായ മുന്നേറിയതായിട്ട് കാണാം. അത് IDFC ഫസ്റ്റ് ബാങ്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലെ മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആണ് അവരെ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് പ്രാപ്തരാക്കിയത്. ബാങ്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 132% ഒരു വളർച്ചയാണ് പ്രോഫിറ്റിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടിയതും അതുപോലെ പ്രൊവിഷൻസിൽ വന്ന കുറവുമാണ് ലാഭം ഇത്രയധികം ഉയരാൻ കാരണമായിട്ടുള്ളത്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അത് 21% വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അത് 5.71% നിന്നും 5.96% ആയിട്ട് ഉയർന്നതായിട്ടും കാണാം. അതുപോലെ ഇവരുടെ മൊത്തം ലോൺ അഡ്വാൻസുകൾ 20%-ലധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ കസ്റ്റമർ ഡെപ്പോസിറ്റുകൾ 16% വെച്ചിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ബാങ്കിൻ്റെ കാസ റേഷ്യോ 50.8% എന്നുള്ള ഒരു ശക്തമായ നിലയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ബാങ്കിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ബാങ്കിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് നമ്പേഴ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1.97 നിന്ന് 1.51 ആയിട്ട് ഗ്രോസ് NPA കുറഞ്ഞതായിട്ട് കാണാം. അതുപോലെ നെറ്റ് NPAയും 0.55% നിന്ന് 0.44% ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാങ്കിൻ്റെ റിട്ടേൺ ഓൺ അസറ്റ് 0.54% നിന്ന് 1.06% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ശക്തമായ വളർച്ചയുടെ ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ ഇന്ന് മുന്നേറ്റം നടത്തിയ മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് കാഫിൻ ടെക് ആണ്. അപ്പോൾ കാഫിൻ ടെക്കിൻ്റെ റവന്യൂ 30% വെച്ചിട്ടാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഗ്ലോബലായിട്ടുള്ള വികസനവും അതുപോലെ അസറ്റ് ഫണ്ട് സർവീസസ് പോലെയുള്ള കമ്പനികളെ ഏറ്റെടുത്തതുമൊക്കെ ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഇവരുടെ വരുമാനം 192% വമ്പിച്ച വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കമ്പനി നേരത്തെ കൊടുത്തിട്ടുള്ള ഗൈഡൻസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കിൽ ഇന്ന് ശക്തമായൊരു മുന്നേറ്റത്തിന് കാരണമായത്. എന്നാൽ വരുമാനം 30% ഉയർന്നപ്പോഴും ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 2.6% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ കമ്പനിയായിട്ടുള്ള അസെൻറ്റിൻ്റെ ഏറ്റെടുക്കലും അതുപോലെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൽ അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള സർവീസ് ചാർജിൻ്റെ ആ ഒരു സമ്മർദ്ദങ്ങളും ടെക്നോളജി പ്ലാറ്റ്ഫോമുകളിലെ പുതിയ നിക്ഷേപങ്ങളുമൊക്കെ ഇവരുടെ മാർജിൻ കുറയാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ അസെൻറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒഴിവാക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരുടെ EBITDA മാർജിൻ 39.4% എന്നുള്ള മികച്ച നിലവാരത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അവർ എക്സ്പെക്റ്റ് ചെയ്ത പ്രോഫിറ്റിനേക്കാൾ ഏകദേശം 7% അധികം പ്രോഫിറ്റ് നേടാൻ കാഫിൻ ടെക്കിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ശരാശരി വളർച്ച 15.3% ആണെങ്കിൽ ഇവർ 16.4% എന്നുള്ള നിലയിൽ ഇവരുടെ ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വളർന്നതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ AI ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വിജയകരമായി അവതരിപ്പിച്ചതും ഇൻവെസ്റ്റർ സൊല്യൂഷനിലെ പുതിയ കരാറുകളും ഇവരുടെ ആ ഒരു ഫ്യൂച്ചർ ഇൻകം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ശക്തമായ അടിത്തറ നൽകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ പുതിയ ഏറ്റെടുക്കലുകൾ മൂലം താൽക്കാലികമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാർജിൻ ഇടിവ് അടുത്ത ക്വാർട്ടറുകളിൽ നികത്താൻ സാധിക്കുമോ എന്നാണ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് നോക്കേണ്ടത്. അപ്പോൾ ഈ വർഷാവസാനത്തോടെ പുതിയ ടെക്നോളജിക്കൽ പ്രോജക്റ്റുകളും അതുപോലെ പുതിയ അക്വിസിഷൻസും കൂടുതൽ ലാഭകരമായി മാറുമെന്നാണ് കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസിൽ പറയുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ PCR പുട്ട് കോൾ റേഷ്യോ നമ്മൾ കാണുന്നത് 1 മുകളിലാണ്. ലാസ്റ്റ് ട്രേഡിംഗ് അത് 1 താഴെയായിരുന്നു. അപ്പോൾ ഇവിടെ ശക്തമായൊരു ബുള്ളിഷ് തരംഗം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണത്. ഇപ്പോൾ ഇവിടെ 24,000 എന്ന ലെവല് ഒരു ശക്തമായ സപ്പോർട്ടായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ പുട്ട് കോൾ റേഷ്യോ ഈ 1 കൂടുതൽ കടന്നതുകൊണ്ട് തന്നെ അഥവാ 24,000 താഴോട്ടേക്ക് മാർക്കറ്റ് പോയാലും അവിടെ ഒരു ബൗൺസ് ബാക്കിൻ്റെ സാധ്യത നമുക്ക് കാണാൻ കഴിയും. കാരണം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ വലിയ തോതിലുള്ള ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ഇല്ലാത്ത പക്ഷം ഇൻഡെക്സ് 23,950 24,150 എന്നൊരു റേഞ്ചിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത്. അപ്പോൾ എക്സ്പയറിയോട് അടുക്കും തോറും 24,000 എന്ന ഒരു സ്ട്രൈക്ക് പ്രൈസിന് സമീപം ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുമാണ് കൂടുതൽ. അപ്പോൾ അവിടെ 24,150 24,200 ലെവലുകൾ ഏതായാലും ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് നാളെയും നിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ 24,000 ഒരു സപ്പോർട്ട് ലെവലായിട്ടും ആക്ട് ചെയ്തേക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.